Chennai Central, New Delhi Central. റാം കെയർ ഓഫ് ആനന്ദി. സമീപകാല വായനകളിൽ നിന്നും ഏറ്റവും മനസ്സിനെ ആകർഷിച്ച അല്ലെങ്കിൽ മനസ്സിനോട് ചേർത്ത് നിർത്താൻ കഴിഞ്ഞ ഈ കാലഘട്ടത്തിലെ യുവതലമുറകളുടെ പ്രതിനിധിയായ ഒട്ടേറെ മനുഷ്യരെ ചിത്രീകരിക്കുന്ന ഒരു യുവ എഴുത്തുകാരൻ എഴുതിയ ഒരു പുസ്തകമാണ്, ഒരു സിനിമാറ്റിക് നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. പുസ്തകത്തിൻ്റെ ഉള്ളറയിലേക്ക് കടക്കുന്നതിന് മുന്നായി എഴുത്തുകാരനെ പരിചയപ്പെടാം. ഓരോ പുസ്തകത്തെയും ജനപ്രിയമാക്കി മാറ്റുന്നത് എഴുത്തുകാരൻ്റെ രചനാശൈലികൾ തന്നെയാണ്. അത്തരത്തിൽ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകവും ജനമനസ്സുകളിലേക്ക് ഇടിച്ചു കയറിയത് അഖിൽ പി ധർമ്മജൻ എന്ന എഴുത്തുകാരൻ്റെ എഴുത്തുരീതി കൊണ്ട് തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അഖിൽ പി ധർമ്മജൻ KV ധർമ്മജൻ്റെയും മഹേശ്വരിയുടെയും മകനായി 1993 ആലപ്പുഴ ജില്ലയിലെ പാതിരാപ്പള്ളിയിലായിരുന്നു ജനനം. പ്രാഥമിക വിദ്യാഭ്യാസവും കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസവും നേടിയ അദ്ദേഹം മെക്കാനിക്കലും ഫിലിം മേക്കിങ്ങിലും ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട്. അഖിൽ പി ധർമ്മജൻ യുവ എഴുത്തുകാരനാണെങ്കിലും സാഹിത്യമേഖലയ്ക്കായി അദ്ദേഹം സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ പരിചയപ്പെടുമ്പോൾ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഓജോ ബോർഡായിരുന്നു. തുടങ്ങി മെർക്കുറി ഐലൻഡ്, റാം കെയർ ഓഫ് ആനന്ദി, രാത്രി 12 ശേഷം തുടങ്ങിയ നോവലുകൾ അദ്ദേഹം സാഹിത്യമേഖലയ്ക്കായി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം എന്ന് പറയുന്നത് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയ വ്യക്തി കൂടിയാണ് അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി ചെന്നൈ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രണയം, സൗഹൃദം, ട്രാൻസ്ജെൻഡർ ജീവിതം എന്നിവ പറയുന്ന ഹൃദയസ്പർശിയായ ഒരു സിനിമാറ്റിക് നോവലാണ്. ലളിതമായ ആഖ്യാന ശൈലിയും മല്ലി എന്ന കഥാപാത്രത്തിൻ്റെ വൈകാരികതയും വായനക്കാരെ ആകർഷിക്കുന്നു. ത്രില്ലർ, പ്രണയം, സാമൂഹ്യ വിഷയങ്ങൾ എന്നിവ സമന്വയിപ്പിച്ച ഈ പുസ്തകം ഒരു മികച്ച വായനാനുഭവം നൽകുന്നു. നോവലിൻ്റെ കഥാപശ്ചാത്തലം സിനിമാ പഠനത്തിനായി ചെന്നൈയിലെത്തുന്ന റാം എന്ന മലയാളി യുവാവിൻ്റെയും അവിടെ വെച്ച് പരിചയപ്പെടുന്ന ആനന്ദി, മല്ലി, വെട്രി തുടങ്ങിയ കഥാപാത്രങ്ങളുടെയും കഥയാണിത്. പ്രമേയപരമായി നോവലിനെ സമീപിക്കുമ്പോൾ സൗഹൃദത്തിനും പ്രണയത്തിനുമൊപ്പം ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന അതിജീവന പോരാട്ടങ്ങൾക്കും പുസ്തകം വലിയ പ്രാധാന്യം നൽകുന്നു. ചെന്നൈ നഗരത്തിൻ്റെ പശ്ചാത്തലം വളരെ മനോഹരമായി ഇതിൽ വിവരിച്ചിരിക്കുകയും ചെയ്യുന്നു. ആഖ്യാന ശൈലീപരമായി നോവലിനെ നോക്കുമ്പോൾ വളരെ ലളിതമായ ശൈലിയാണ് അഖിൽ പി ധർമ്മജൻ ഉപയോഗിച്ചിരിക്കുന്നത്. വായനയ്ക്കിടയിൽ ഒരു സിനിമ കാണുന്ന അനുഭവം ഇത് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ സിനിമാറ്റിക് നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മല്ലി എന്നൊരു ട്രാൻസ്ജെൻഡർ യുവതിയുടെ കഥ പറയുന്നുണ്ട്. റാമിൻ്റെയും ആനന്ദിയുടെയും ബന്ധം വളരെ ആഴത്തിൽ തന്നെ ഇതിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സൗഹൃദം, പ്രണയം, ത്രില്ലർ ഘടകങ്ങൾക്കൊടുവിൽ ഒരു ചെറിയ വിഷാദഭാവവും ഇങ്ങനെ വായനക്കാരനെ വൈകാരികമായി പിടിച്ചിരുത്തുന്ന കൃതിയാണ് റാം കെയർ ഓഫ് ആനന്ദി. ചുരുക്കത്തിൽ ട്രെൻഡിംഗ് ആയ ഒരു നോവൽ എന്നതിലുപരി വായനക്കാരനെ ചെന്നൈ നഗരത്തിലെ തെരുവുകളിലൂടെയും വികാരങ്ങളിലൂടെയും കൊണ്ടുപോകുന്ന, തീർച്ചയായും ഏവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി.